ഇതുപോലുള്ള അറ്റാക്കുകൾ നിങ്ങൾ പലതും കണ്ടു കാണുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് സിവിലിയൻസിൻ്റെ അവിടെ പോയിട്ട് ഓപ്പണായിട്ട് കിടക്കുന്ന ഏരിയയിൽ, ഓക്കെ, ബാക്ക്ഡ്രോപ്പിൽ മൗണ്ടൻ ഉണ്ട്, കാടുണ്ട്. ഈ കാട്ടിൽ നിന്ന് ഒളിച്ചു നിന്നിരിക്കുന്നവന്മാർക്ക് ഇറങ്ങി വന്ന് ചെയ്തിട്ട് ഈ കാട്ടിലോട്ടം കയറി പോകാൻ തക്ക രീതിയിൽ. അതുകൊണ്ടാണ് അവർ ആ ഗ്രൗണ്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല. ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നവൻ കാണുന്നുണ്ട് ആ കാടിന്റെ കാട് ബാക്ക്ഡ്രോപ്പിലുണ്ട്, പക്ഷെ അവിടെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. കുറച്ചൊന്ന് സെൻട്രൽ വന്ന് ചെയ്തു, അവൻ പോയി. അപ്പൊ ചോദിക്കും, എന്ത് ഇത്രയും ധൈര്യത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് വന്നിട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഏരിയ പേൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മൾ കിസ്ത്വാർ ഈ അമർനാഥ് യാത്രയ്ക്ക് പോകുന്ന റൂട്ടുണ്ട്, അതൊരു റൂട്ട്. ഇത് അതില്ലാതെ ഒരു മൗണ്ടനിലേക്ക് കയറിപ്പോയി അവിടേക്ക് വണ്ടികളൊന്നും പോവില്ല. മാർഷിയല്ല, ഇറ്റ്സ് എ മൗണ്ടൻ. എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞാണ് ഇങ്ങനെയുള്ളൊരു വാലി പോലുള്ള ഒരു സംഭവം. അപ്പൊ അവിടെ പോകുമ്പോൾ ഇറ്റ്സ് അബൌട്ട് 7 കിലോമീറ്റേഴ്സിന്റെ ഈ നടന്നു പോകണം. അപ്പൊ നടന്നു പോവാതെ കുതിരകളാണ്, ആയിരക്കണക്കിന് പോണികൾ ഉണ്ടായിരിക്കും. ഈ ടൂറിസം ഈ സീസണിൽ ഇവരുടെ കച്ചവടമാണത്. അതേ മേക്ക് ലോട്ട് ഓഫ് മണി ഔട്ട് ഓഫ് ഇറ്റ്. പാവപ്പെട്ട ഗുജർ ഫാമിലീസിലൊക്കെ ഉള്ള, ഗുജർ എന്ന് പറഞ്ഞാൽ ഈ ആടിനെ മേയിച്ചുകൊണ്ടാണ് പണ്ടൊക്കെ ആടിനെ വിറ്റ് നടന്നിരുന്ന ആളുകൾ ഇപ്പൊ കുതിരയുടെ ഈ ബിസിനസ്. ചെറിയ സാധനങ്ങളായിരിക്കും, കണ്ട കുതിരയൊന്നും തോന്നില്ല. റേഷനരിയൊക്കെ തിന്ന് ജീവിക്കുന്ന കുതിരകളെ പോലെ ഉണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ജീവിക്കുന്നു, ആൻഡ് ദേ ആർ വെരി ഹാപ്പി. അപ്പൊ അതെന്തുകൊണ്ട് ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 7 കിലോമീറ്റർ ഒരു വണ്ടിക്കോ അല്ലെങ്കിൽ പട്ടാളക്കാർക്കോ വരണമെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വേണം. അവരുടെ വണ്ടികൾക്ക് വരാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ ഇവരും നടന്നു വരണം അല്ലെങ്കിൽ ഓടി വരണം. പിന്നെ ആ ഏരിയ അങ്ങനൊരു ഇതുവരെയ്ക്കും ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് അവിടെ ഇറ്റ്സ് നോട്ട് സ്ട്രോങ് അല്ല, ഒരു സെക്യൂരിറ്റി അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു ഏരിയയാണ്. കാരണം ഞാൻ കേട്ടിരിക്കുന്നത്, ഞാൻ പോയിട്ടില്ല കാശ്മീർ, ഇപ്പൊ നമ്മളൊരു ടൂറിസ്റ്റ് വണ്ടി പോയാലും പിന്നിലും മുന്നിലുമായിട്ട് എവിടെയെങ്കിലും ഒരു മിലിറ്ററി വെഹിക്കിൾ ഉണ്ടാവും, ഒരു ആംഡ് ഫോഴ്സസ് എവിടെയെങ്കിലും ഒക്കെ പ്രസൻസ് ഉണ്ടാവും. അമ്മ കേട്ടിട്ടുള്ളത് പഴയ കാലത്താണ്. ഈ 370 ആർട്ടിക്കിൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ഈ മിലിറ്ററി ആംഡ് ഫോഴ്സസ് പവറുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആംഡ് ഫോഴ്സിനെ വലിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് ഈ ആംഡ് ഫോഴ്സസ് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര അൺട്രസ്റ്റ് ആണ്. എവിടെയും ചെക്ക്, എങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ അവർ ഇപ്പം നിങ്ങൾ സെക്യൂരിറ്റി വീക്കാണെന്നും പറഞ്ഞ് ഗവൺമെന്റിന്റെ മേക്കട്ട് കയറാൻ നിൽക്കും. നേരെ മറിച്ച് ഇതേ ആളുകൾ തന്നെ, ലോക്കൽ ആളുകൾ തന്നെ പറയും, ഓ ഇവന്മാരെ കൊണ്ട് ശല്യമായെന്നുള്ളത്. കാരണം ഈ സെക്യൂരിറ്റി അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇനിയും ആവശ്യമാണ്. അപ്പം എന്തായി, ആംഡ് ഫോഴ്സസ് ആക്ട് എടുത്തു കളയൂ, അവരെ പറഞ്ഞയക്കൂ, എല്ലാം പറഞ്ഞു. അങ്ങനെ 370 പോയതിന് ശേഷം പതിയെ 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 നോർമൽസിയിലോട്ട് ലൈഫ് വന്നു. കാശ്മീരി ജനത മനസ്സിലാക്കി, ഓ ദിസ് ഇസ് വാട്ട് ആക്ച്വൽ ലൈഫ് ഈസ്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഞങ്ങളെങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, എന്ന് നോക്കിയാലും കർഫ്യൂ ആണ്. കാശ്മീരിലൊരു കർഫ്യൂവിൻ്റെ സീസണായിരുന്നു, എന്തെങ്കിലും കാരണം പറഞ്ഞ് കർഫ്യൂ ഉണ്ടാവും. പക്ഷേ ഇന്നലത്തെ ഈ അറ്റാക്കിനകത്ത് നിങ്ങൾ നോക്കിയോ, എവിടെയും ഒരു കർഫ്യൂ കല്ലറോ ഒന്നും നടന്നിട്ടില്ല. കാരണം ലോക്കൽസ് ആർ ഓൾസോ മോർണിംഗ്, അവരും സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഞാനത് ചോദിക്കാൻ വരുന്നു. അതായത് സർ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഈ ജനങ്ങളുടെ പൾസ് മാറിയിട്ടുണ്ട് എന്നുള്ളത് സാറിന്, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് പറ്റി, നമ്മളിങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എവിടെയെങ്കിലൊക്കെ ചിലതൊക്കെ മിസ്സാവും. അപ്പൊ ഈ അറ്റാക്ക് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അവിടെ ഒരു കർഫ്യൂ അനൗൺസ് ചെയ്തിട്ടില്ല? ബിക്കോസ് that itself is a sign that the locals are with the central government and the government, not the local government. സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ ഇപ്പൊ നിങ്ങൾ എല്ലാവരും അക്യൂസ് ചെയ്യുന്നത്. 370 ആർട്ടിക്കിൾ എടുത്തു പറഞ്ഞു. പാകിസ്ഥാന്റെ ആ ജനറൽ എന്ന് പറയുന്ന ഒരു നരഭോജി, അവൻ പറഞ്ഞിരിക്കുന്ന 370 ആർട്ടിക്കിൾ ഞങ്ങൾ തിരിക്കും. ഹൂ ദ ഹെൽ ഈസ് ഹി ടു സേ ഓൾ ദിസ് തിങ്സ് അബൌട്ട് മൈ കൺട്രി? അവന്റെ രാജ്യത്ത് പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ ഈ പാകിസ്ഥാന്റെ ചീഫ് എന്ന് പറയുന്നവരുടെ അടുത്ത്. അപ്പം അവരടക്കി ഈ 370 ആർട്ടിക്കിളാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം പോകാന്നിരിക്കുന്നത്. എന്തായി, ജനങ്ങൾ റിയലൈസ് ചെയ്തു കശ്മീരീസ് ദിസ് ഇസ് ഫോർ അസ് എന്നുള്ളത്. ആദ്യം അവർക്കും ഉണ്ടായിരുന്നു 370 പോയാലെന്ത്. ഞാൻ 370 കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ വണ്ടിയിൽ പേൽഗാമിൽ പോകുമായിരുന്നു ഒരു 3 വർഷം മുന്നേ. അപ്പം ഞാൻ അറിയുന്ന ഒരു കാർ ഡ്രൈവറാണ് എന്നെ കാറിൽ വന്നത്. ഞാൻ പറഞ്ഞു, അസ്ലം അഭി കൈസായെന്ന് ചോദിച്ചു. സാബ് ഓ 35 तो निकल गया, वो अच्छा है सर. 35 എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിളിൽ അവൻ്റെ പെങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ സിറ്റിസൺഷിപ്പ് പോകും. ഇതായിരുന്നു 35 ആ ആർട്ടിക്കിൾ പോയപ്പോൾ, वो तो बढ़िया है सर, मेरा बहन तो वापस मेरे पास ही रहेगा, उसको हमारी जो जायदाद है उसके ऊपर हक है എന്നൊക്കെ പറഞ്ഞിട്ട്
അതിൽ പക്ഷെ 370 പിന്നെ ഞാൻ ഇവരെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, നീ ഇപ്പം 370 പോയി എന്ന് പറഞ്ഞു, നിനക്കിപ്പം ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നത് അതുണ്ട് സർ. നീ ഇത്രയധികം വണ്ടി നീ ഇതിനു മുന്നേ ഓടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു. ഇല്ല സർ. കടം EMI തിരിച്ചടയ്ക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അത് ശരിയാണ് സാർ, അത് സാറ് പറയുന്നത് ശരിയാണ്, എന്നാലും 370 എന്താണ് നീ പറ, നിന്റെ പ്രശ്നം തപ്പം നിൽക്കും. അതവനറിയില്ല, ഇവൻ്റെ തലയിൽ കയറ്റി വെച്ചിരിക്കും. ഇത് ഫസ്റ്റ് ഇയറിൽ. ദെൻ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ബൂമിങ് 1.5 2.3 വരയ്ക്ക് ടൂറിസ്റ്റുകൾ വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇപ്പം അവൻ പറഞ്ഞു സാർ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല. അവൻ്റെ 370 ആർട്ടിക്കിൾ പോയതിൻ്റെ പ്രശ്നം അവൻ പറയുന്നു. ഞാൻ പറയാം എന്തേ നിനക്ക് സ്ഥലം? ഇല്ല സാർ, സ്ഥലത്തിനൊക്കെ വില കൂടുന്നത്. ഞാൻ പറയാം സ്ഥലത്തിന് വില കൂടുമെങ്കിൽ നിന്റെ സ്ഥലം നിനക്ക് വിൽക്കണമെങ്കിൽ നിനക്ക് വില കൂടി കിട്ടില്ലേ? ഇല്ലെങ്കിൽ 1 ഏക്കർ നീ വന്നിട്ട് 2 ലക്ഷത്തിന് കൊടുത്തിരുന്നത് ഇപ്പം എനിക്ക് നിനക്ക് കിട്ടുന്നത് 25-50 ലക്ഷമായിരിക്കും. അതെന്താ നീ ചിന്തിക്കാത്തത്? നിനക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് അതിലും നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കാം. നീ ഇപ്പം ഇവിടെ തന്നെ നിൽക്കുന്നു. അപ്പം അങ്ങനെ ആലോചിക്കും, അല്ല അത് കറക്റ്റ്. അപ്പോൾ ഒരു 1 സൈഡഡ് ആയിരുന്നു ഇവരുടെ എല്ലാം തോട്ട് പ്രോസസ്. വൈ? മുഫ്തി മുഹമ്മദ് ഫാമിലി, ദാറ്റ് സയ്യിദ് ഫാമിലി ആൻഡ് മറ്റേ ഇയാള് ഫറൂഖ് അബ്ദുള്ള ഫാമിലി, ഈ 2 ഫാമിലി ആയിരുന്നു ദേവർ ലൂട്ടിങ് കാശ്മീർ. നെഹ്റുവിയൻ ഹയറാർക്കി ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഫറൂഖ് അബ്ദുള്ള ഫാമിലി. കാരണം ദേ ഹാഡ് ലിങ്ക്സ്. ഈ ലിങ്ക് വെച്ചിട്ട് ഇവന്മാർ അവിടെ ഗോൾഫ് കോഴ്സ് അടക്കം സ്വന്തം പേരിലായിരുന്നു വാങ്ങിച്ചത്, ഗവൺമെൻറ് ലാൻഡിൽ. നിങ്ങൾ ആ ഗുഫാർ റോഡ് എന്ന് പറയുന്ന മെയിൻ റോഡിൽ നിന്ന് മിലിറ്ററി കൺട്രോൾമെൻറ്റ് ഏരിയയിലേക്ക് പോയി പരമാൽ ഹട്ട്സ് അങ്ങനെയൊക്കെ പോകുന്നൊരു പലേഷ്യസ് റോഡുണ്ട്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 18-20 ഏക്കർ സ്ഥലങ്ങളോളം വെച്ചിട്ട്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്, ഒരു 50 ഏക്കർ ലാൻഡിലായിരിക്കും അവൻ ഗോൾഫ് കോഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 18 ഹോളിൻ്റെ 18 ഹോൾസിൻ്റെ ഗോൾഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ മില്യൺ. ലോകത്തിൽ ഈ ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ബിസിനസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഇറ്റ് ഫെച്ചസ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. ഫോറിനേഴ്സ് വന്ന് കളിക്കാൻ വരും, കാരണം അവർക്ക് അവിടെ കളിക്കുന്നതിനേക്കാൾ നല്ല ഇവിടെയൊക്കെ വന്ന് കളിക്കുന്നത്. ഇത് ഈ ഫറൂഖിൻ്റെ സ്വന്തം പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് 370 വന്നപ്പോൾ തിരിച്ചു പിടിച്ചത്, ഗവൺമെൻറ് ലീഗ് ഇട്ട് കൊടുത്തു. ഗവൺമെൻറ് ലീഗ് എന്ന് പറഞ്ഞത് ജനങ്ങളുടെ ആയത്. അപ്പം ഇപ്പം ജനങ്ങൾ റിയലൈസ് ചെയ്തു വി ആർ ഗെറ്റിംഗ് ബെനിഫിറ്റഡ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോകണമെന്ന് പറഞ്ഞ് ഞാൻ എന്നെയും പിടിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു എനിക്കൊരു താല്പര്യമില്ല ഈ തണുപ്പത്ത് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുപോയി തന്നെ. അപ്പം അവിടെ മിനി ബസ് കൊണ്ടുവന്നിരുന്ന ഒരുത്തനമുണ്ട്. ഹി വാസ് സോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ആലോചിച്ചു, കുട്ടികളാരെങ്കിലും ഒന്ന് ഛർദ്ദിക്കുക വണ്ടിയിൽ, അതിന് വരുമ്പോഴത്തേക്കും ഇവൻ ചാടി ഇറങ്ങിയിട്ട് വണ്ടി സൈഡിൽ, നമ്മൾ പറയുന്നു വേണ്ട, സൈഡിലൊരു മെഡിക്കൽ ഷോപ്പിനോട് നിർത്തും, അവൻ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വരും. അപ്പം നമ്മൾ അന്തം വിടുകയാണ്. നമ്മൾ പറഞ്ഞിട്ട് പോലും നമ്മളവിടെ ഹോട്ടലെത്തിയിട്ട് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഇവനിത് കണ്ടിട്ട്, സോ ദാറ്റ് കൈൻഡ് ഓഫ് കൺസേൺ ദേ വർ ഷോയിങ്.